നെട്ടേത്തറയിൽ നിന്നും CPM-ന്റെ പാർട്ടി അംഗത്വം രാജിവെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ശിവദാസനെ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി KPCL ജനറൽ സെക്രട്ടറി ശ്രീ M.M. നസീർ അവരോട് ക്ഷണിക്കുന്നു. ശ്രീ M.M. നസീറിനെ അഭിസംബോധനയോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ പെട്ടെന്നാണ് ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും ശ്രീ ശിവദാസൻ, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കാലം CPM-ന്റെ സഹയാത്രികരായി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ചടയമംഗലം പഞ്ചായത്തിലെ കുന്നുംപുറം കുരിയോട് മേഖലകളിൽ, നെട്ടേത്തറ മേഖലകളിൽ CPM-നെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് ശ്രീ ശിവദാസൻ. അദ്ദേഹത്തിൻ്റെ നിസ്തൂലമായ പ്രവർത്തനങ്ങൾ വഴിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ മേഖലകളിൽ ഒരു കാലഘട്ടത്തിൽ ശക്തിയും സംഘടനാശേഷിയും ഉണ്ടായത്. എന്നാൽ ഇന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ അവഗണനയിൽ മനം തൊന്നുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ഈ രാജ്യത്തെ അനിവാര്യമാണ്, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് കോൺഗ്രസ് അനിവാര്യമാണ്, കോൺഗ്രസിൻ്റെ ശക്തി അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശിവദാസനടക്കമുള്ള കുടുംബങ്ങൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. എന്തെങ്കിലും സ്ഥാനങ്ങൾ കൊടുക്കാം എന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ടല്ല, എന്തെങ്കിലും ജോലി കൊടുക്കാം എന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ടല്ല. കാരണം ഇതൊന്നും കോൺഗ്രസ് പാർട്ടി വാഗ്ദാനം ചെയ്യുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നിപ്പം കുമ്മിള് അവിടെ ഇതുപോലെ 12ഓളം ഇടതുപക്ഷ പ്രവർത്തകരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടാണ് വരുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ അവിടെ സമരം വരുന്നില്ലേ? കേരളത്തിലെ പോലീസ് റാങ്ക് പട്ടികയിലുള്ള ചെറുപ്പക്കാർ ആ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞ് അർദ്ധരാത്രിയാണ് കണ്ണീരോടുകൂടി അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പോയത്. അതാണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയോ നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ DPI പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവിടെ അക്ഷരം എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആളുകളാണ് ഫുൾ A+ മാർക്ക് മേടിച്ച് വിജയിച്ചത്. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. പള്ളിക്കൂടത്തിന്റെ തിണ്ണയിൽ പോലും കയറിയിട്ടില്ലാത്ത ഒരു മുഴുപ്രാന്തനെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗമാകെ മുച്ചൂട് പിടിച്ചില്ലേ നിങ്ങൾ? എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്? ഇന്ന് കേരളത്തിൽ ചെറുപ്പക്കാർ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ശ്രീ ഷിബു ബേബി ജോൺ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നരേന്ദ്രമോദി നാഗ്പൂരിൽ നിന്ന് പറയുന്നു, നോക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെ നോക്ക്, ഞാൻ ഉപയോഗിക്കാത്ത ഭാഷയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്ന നരേന്ദ്രമോദി പറയും. ഇതേ ഘട്ടത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ തിങ്കളാഴ്ച 15-ാം തീയതി തലസ്ഥാനത്തെത്തി തിരുവനന്തപുരത്തെത്തി. അതിരൂക്ഷമായ ആക്ഷേപങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉന്നയിച്ചു. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിക്കും. പിണറായി വിജയന്റെ മകളുടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസ് എന്റെ ഗവൺമെന്റ് കണ്ടുപിടിച്ചു. പിണറായി വിജയൻ ഒരു മറുപടി എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ വീണ്ടും അധിക്ഷേപിച്ച പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? മറുപടി പറഞ്ഞാൽ പിറ്റേ ദിവസം പോയി അകത്ത് കിടക്കുമെന്ന് പിണറായിക്ക് അറിയാം. ചില വീടുകളിൽ
ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ കയറി MP ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചടയമംഗലത്ത് പ്രേമേന്ദ്രൻ MP എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങളൊന്ന് വിശദീകരിക്കാം. വെള്ളുപ്പാറ ഗവൺമെന്റ് UPSന് ഒരു സ്കൂൾ ബസ് MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ചടയമംഗലം കുരിയോട് മേടയിൽ ഗവൺമെന്റ് UPSന് ഒരു സ്കൂൾ ബസ് ബഹുമാന്യനായ MP-യുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒരു സ്റ്റേജ് പണിയുന്നതിന് വേണ്ടിയുള്ള നിവേദനം കൊടുത്തു. അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ വികസന ഫണ്ടിൽ നിന്ന് തന്നെ അതിന് വേണ്ടുന്ന തുക വകയിരുത്തിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. ചിഹ്നം നിലനിൽക്കണമോ അതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം നിലനിൽക്കണോ എന്നുള്ളതാണ് ഈ കൊല്ലമടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങൾ UDF-കാർ പ്രേമേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി പാർലമെന്റിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ഏതൊരു MP-യെക്കാളും മുന്നിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുവാനും രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുവാനും മതന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് മോദിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുവാനും അമിത്ഷായുടെ മുഖത്തേക്ക് നോക്കി അരുത് എന്ന് പറയുവാനും തന്റെ ഇടം കാണിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖനായ MP-യാണ് കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന സഖാവ് പ്രേമേന്ദ്രൻ എന്ന അഭിമാനം. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം മൺപോരിയും മൺമട്ടിയും അടയാളത്തിൽ രേഖപ്പെടുത്തി പ്രേമചന്ദ്രനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം കൃതജ്ഞതയും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.